അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഓരോരോ നിമിഷം നാം എന്ത് ചെയ്യണമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മുത്തുനബി നമ്മളോട് ധാരാളം വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട നാം ചെയ്തിരിക്കേണ്ട ചില വിഷയങ്ങൾ, ചില സുന്നത്തുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തത് ഹദീസുകളിലൊക്കെ കാണാം, മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നാം കിടക്കുന്ന വിരിപ്പുകളെ കുടയണം എന്നുള്ളത്. അത് വലിയൊരു വിഷയമാണ്. കാരണം നാം ഇന്നലത്തെ രാത്രി കിടന്നുറങ്ങിയ സമയത്ത് മടക്കി വെച്ചതായി വിരിപ്പിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും എന്നറിയില്ലല്ലോ. മുത്തുനബിയുടെ എന്തൊരു ചിന്തയാണ് മുഅ്മിനീങ്ങളോട് മുത്തുനബി പഠിപ്പിച്ചതാണ്. അതിലെന്ത് ഇല്ലെങ്കിലും നമുക്ക് ഉറപ്പുണ്ടെങ്കിലും ആ കുടയുന്നതിന് പ്രതിഫലമുണ്ട്. ഇസ്ലാം എന്തൊരു സുന്ദരമാണ്. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മുത്തുനബി പഠിപ്പിച്ചു എന്ന പേരിൽ ഒരാൾ അവൻ്റെ പുതപ്പ് കുടയുന്നതുകൊണ്ട് അവനിക്ക് സുന്നത്തിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതല്ലേ ഇസ്ലാം, ഇതല്ലേ മുത്തുനബിയുടെ സുന്നത്ത്. അതേ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പുതപ്പുകൾ കുടയുന്നതിൽ നിന്ന് ഒരിക്കലും നാം മറന്നു പോകരുത്. അതേപോലെ തന്നെ മുത്തുനബി രാത്രി കിടക്കുന്ന സമയത്ത് നമ്മളോട് പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഹു ഇന്നം സക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫൾഹ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. അതേ മുത്തുനബി നമ്മെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളോട് പഠിപ്പിച്ച ഈ ദിക്റും നാം മറന്നു പോകരുത്. വലിയ പോരിശയുള്ള, വലിയ അർത്ഥങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു ദിക്റാണ് മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത്. അത് നാം ചൊല്ലാൻ മറന്നു പോകരുത്. മറ്റൊരു വിഷയമാണ് മുത്തുനബി രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മുത്തുനബിയുടെ ഒരു സ്വഭാവമാണ്. ഹദീസുകളിലൊക്കെ കാണാം, കാന ഇദാ ആവ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി സുമ്മ നഫസ ഫീഹിമാ ഫഖറഅ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് അവിടുന്ന് വിരിപ്പിൽ ഇരുന്നാൽ തൻ്റെ രണ്ട് കൈകളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആദ്യമായി രണ്ട് കൈയിലേക്ക് ഊതുകയാണ്. എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളൊരു സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നുള്ള രണ്ടാമത്തെ സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് മൂന്നാമത്തൊരു സൂറത്തും ഓതിയിട്ട് അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശരീരത്തിന് ഇങ്ങനെ തടവുകയാണ്. ഇതാണ് മുത്തുനബിയുടെ പതിവ്. ഇവിടെ ശ്രദ്ധിക്കാം, ആദ്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്, പിന്നെയാണ് ഓതുക. പലപ്പോഴും നമ്മൾ ആദ്യം ഓതുക പിന്നെ ഊതുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മുത്തുനബി പഠിപ്പിച്ചതുപോലെ അല്ലേ ചെയ്യേണ്ടത്. മുത്തുനബി ആദ്യം ഊതുകയും പിന്നീട് അവിടുന്ന് ഓതി തൻ്റെ ശരീരത്തിന് തടവുകയും. അങ്ങനെ 3 പ്രാവശ്യം അങ്ങനെ ചെയ്യൽ വലിയ സുന്നത്താണ്. മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും നാം മറന്നു പോകരുത്. അത് നാം ചെയ്യുന്നവരാകണം. മറ്റൊരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട് ധാരാളം വിഷയങ്ങളൊക്കെ മുത്തുനബിയുടെ സുന്നത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലൽ വലിയ സുന്നത്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനൊക്കെ പഠിപ്പിച്ചു കൊടുത്ത സംഭവമൊക്കെ ഹദീസുകളിൽ കാണാം. മോളെ, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ദിക്ർ ഒരിക്കലും നീ മറന്നു പോകരുതേ, കൈവിടരുതേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. വളരെ ഗൗരവത്തോടു കൂടെ കാണുക. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ. ധാരാളം വിഷയങ്ങൾ നാം കിടക്കുന്ന സമയത്ത് പാലിക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കലും പോലും നാം നഷ്ടപ്പെടുത്തരുത്, ഒരിക്കലും നാം കൈവിടരുത്. മുത്തുനബിയുടെ എല്ലാ സുന്നത്തുകൾ പിൻപറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.